അപ്പോൾ അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് പുതിയൊരു പടത്തിൻ്റെ ടീസർ വന്നിട്ടുണ്ട്. ഇമ്മോർട്ടൽ എന്നാണ്. ജി.വി. പ്രകാശ് കുമാർ, കയാട് ലോഹറൊക്കെ അഭിനയിക്കുന്ന സിനിമയാണ്. എന്താണ് പരിപാടി ഒരു പിടുത്തില്ല, ഇന്ന് വന്നതേ ഉള്ളൂ. കയാടു. സോ നമുക്കതിൻ്റെ ടീസർ കണ്ടു. അരുൺ കുമാർ സാംസി ഗ്രേ ആണല്ലേ, പ്രോമിനന്റ് കളർ. பக்கத்து பக்கத்து ரூம்ல பக்கத்துல இருந்தா கேட்டா தப்பா நினைச்சுக்க மாட்டேன். நீ எப்படியோ தப்பா தான் கேட்பாரு. அப்படியே தூக்கிட்டு போய் இல்ல என் ரூம்ல நிறைய கொசு தொல்லையா இருக்கு. இந்த ரூம்ல பகவான் தொல்லையா பரவாயில்லையா? ഉറപ്പടോ? മെയ്സ് പോലത്തെ പരിപാടിയാണല്ലോ. ഓ, മാരിയപ്പൻ ചിന്ന സ്ട്രൈക്കിംഗ് ഷോ. ആ ക്രീച്ചറിനെ കാണിച്ചത് വലിയ തെറ്റില്ലായിരുന്നല്ലോ അല്ലേ? ആ 2 ഷോട്ടിൽ CGI വലിയ തെറ്റില്ലായിരുന്നു. പക്ഷേ ഇതൊക്കെ തെറ്റില്ല, ആനിമേഷൻ്റെ ഒരു ഇച്ചിരി സ്റ്റിഫ്നെസ്സേ ഉള്ളൂ. എന്നാലും നമ്മളിങ്ങനെ എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് മറ്റേ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു, ആര്യാണ്. അതിലൊരു ക്രീച്ചറും അതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടപ്പോൾ ഞാൻ ഗംഭീര പരിപാടിയും കണ്ടാണെന്ന് വിചാരിച്ച. പോസ്റ്ററിൽ ഭയങ്കര ഡീറ്റെയിലിങ്, നല്ല രസമാണ്. ഈ ക്രീച്ചറും ആര്യം തമ്മിൽ ഫേസ് ഓഫ് നിൽക്കുന്നൊരു ഷോട്ടാണ്. പടമായിരുന്നു. അയ്യാ, ഇതിനകത്ത് ഒരു ഇതേ ഉള്ളൂ, ഈ ക്രീച്ചർ വേറെ ഏതോ കാട്ടി നിൽക്കുന്നു, ഇവർ ബിൽഡിങ്ങിനകത്ത് നിൽക്കുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. ഇമ്മോർട്ടൽ എന്ന് ഉദ്ദേശിക്കുന്ന പേരാണ്. അപ്പോൾ ഇമ്മോർട്ടൽ ഒരു പക്ഷേ കയാടിൻ്റെ ക്യാരക്ടർ ഇമ്മോർട്ടൽ ആയിരിക്കുമോ? ഇവള് പറയുന്നുണ്ട് മറ്റേ എൻ്റെ റൂമിൽ കൊതുക് തൊല്ലയാണെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഈ റൂമിൽ വവ്വാലിൻ്റെ തൊല്ലയാണ്. നീ വന്ന സാധനത്തിനൊരു വവ്വാലിൻ്റെ ഛായ കാഴ്ചലുണ്ടല്ലോ. ഇനി ഡ്രാക്കുള എങ്ങാനും ആയിരിക്കുമോ? തമിഴ്നാട്ടിൽ ഡ്രാക്കുള ഇംഗ്ലീഷ് ട്രെയിലർ ഉണ്ടായിരുന്നു. ഇല്ല, ഞാൻ കണ്ടു. ഞാൻ ജസ്റ്റ് അതിങ്ങനെ അതിൻ്റെ തമിഴിൽ കണ്ടു, ഇത് കണ്ടില്ല. അപ്പോൾ അങ്ങനെ എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു കേട്ടോ. വലിയ പിടുത്തമില്ല. അറിവുള്ളവർ പറഞ്ഞു തരിക. എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന ഒരാളുണ്ട്. അതെ. അങ്ങനെ 1-2 നമുക്ക് നമ്മുടെ ആരാധകരുണ്ട്. അവർ നിങ്ങൾക്കറിയാവുന്ന ഡീറ്റെയിൽസ് പങ്കുവയ്ക്കൂ. നമുക്ക് ടീസർ കാണുമ്പോൾ എന്തോ ഒരു പരിപാടി ഉള്ള പോലെ തോന്നുന്നു, പക്ഷെ അറിയില്ല. അതെ, ടീസർ സെല് ചെയ്യാനുള്ളതാണ് ആദ്യത്തെ ഒരു ടീസറിന്റെ മുക്കാലും കട്ട് ചെയ്തിട്ടേക്കുന്നത്. അതെ. അത് കഴിഞ്ഞ് ലാസ്റ്റാണ് ശരിക്കും പടത്തിൻ്റെ ടോണിലേക്ക് എത്തുന്നത്. അതെ. അപ്പോൾ നമുക്ക് അറിയില്ല, നോക്കാം അല്ലേ? ഇമ്മോർട്ടലിനെ പറ്റി അറിയാവുന്നവർ താഴെ പറയുക. നമ്മൾ ടീസർ കണ്ടു, കഥ മെയ്സ് പോലത്തെ മറ്റേ. അതെ, ടൈറ്റിലിനകത്ത് അങ്ങനെ സാധനം മെയ്സിൻ്റെ ഒരു പടം മെയ്സ് ആണെന്നാണോ ഇവർ മെയ്സിപ്പെടുന്നാണോ കണ്ടോണ്ടിരിക്കുന്നവർ മെയ്സിപ്പെടുന്നാണോ അല്ലേ? നോക്കാം.